ക്രിസ്തുവിനെ ഇഞ്ചിഞ്ചായി മനുഷ്യൻ കൊന്നപ്പോൾ, തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചപ്പോൾ, ശരീരമെല്ലാം മുറിഞ്ഞപ്പോൾ, ആ ഭാരക്രൂശ് തോളിൽ കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, വീണും കൈമുട്ടുകളും കാലുമുട്ടുകളും ഉടഞ്ഞപ്പോൾ, ക്രൂര പടയാളികളും പരീശന്മാരും ആ ന്യായശാസ്ത്രിമാരും ആ പുരോഹിതന്മാരും യേശുവിനെ ഇത്രയും വളരെ ലജ്ജാകരമായ നിലയിൽ ഉപദ്രവിച്ചപ്പോൾ, ഒരു ആട്ടിൻകുട്ടി ചെന്നായ് കൂട്ടത്തിൽ അകപ്പെട്ടാൽ പിച്ച് ചീന്തും പോലെ ചീന്തിയപ്പോൾ, ഒറ്റ വാക്കുകൊണ്ട് ഇവരൊക്കെ എരിച്ചു കളഞ്ഞിട്ട് പുത്രനെ രക്ഷിപ്പാൻ കഴിയുന്ന പിതാവായ ദൈവം ഇതെല്ലാം കാണാത്തതുപോലെയിരുന്നു. ബൈബിളിൽ പറയുന്നു, അല്പനേരത്തേക്ക് ദൈവം തന്റെ മുഖം മറച്ചു. ഈ പിടിക്കാൻ വന്നവരെയും കെട്ടുവാൻ വന്നവരെയും ഒടുക്കുവാൻ വന്നവരെയും ഒറ്റ ദൂതനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വന്ന് വെട്ടിക്കളക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വെട്ടിക്കളയാൻ അധികാരമുള്ളവനാണ് യേശു ക്രിസ്തു. പക്ഷെ അറുക്കുവാൻ കൊണ്ടുപോകുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ താഴ്മയോടൊന്നു. എന്തിനെന്നറിയാമോ? ബലമില്ലാത്തത് കൊണ്ടല്ല, ഈ ദുഷ്ടന്മാരെ എരിച്ചു കളയാൻ കഴിയാത്തത് കൊണ്ടല്ല, എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ ആ ചോര ഒഴുക്കണം, ക്രൂശിൽ തൻ്റെ ജീവനെ കൊടുക്കണം. അതിന് വേണ്ടിയാണ് യേശു വന്നത്. അതുകൊണ്ടാണ് അവൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ മുൻപിൽ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ നിന്നുകൊടുത്തത്. സ്തോത്രം. ഈ വേദനയെല്ലാം പുത്രനായ ക്രിസ്തു സഹിച്ചപ്പോൾ പിതാവ് എന്തുകൊണ്ട് മുഖം മറച്ചു? യേശു എന്തുകൊണ്ട് സഹിക്കാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു? ആമേൻ. നിനക്കും എനിക്കും വരാൻ പോകുന്ന അഗ്നി നരകത്തിൻ്റെ ഭയാനകമായ അനുഭവം നിനക്കും എനിക്കും വരാതെ രക്ഷപ്പെടാൻ മനസ്സുള്ളവൻ, ഇഷ്ടമുള്ളവൻ, അറിവുള്ളവൻ, അനുസരിക്കുന്നവൻ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ